എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് യദുകൃഷ്ണൻ. ഞാൻ ആലപ്പുഴ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മേൽശാന്തിയാണ്. അമ്പലത്തിൽ നമ്മൾ എല്ലാവരും പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കയ്യിൽ കരുതണമെന്നാണ് ശാസ്ത്രം. ഒരു കാണിക്കയോ അല്ലെങ്കിൽ ഭഗവാന് പട്ടോ പൂവോ അങ്ങനെ എന്തെങ്കിലും. അതിൽ ഏറ്റവും പ്രധാനം പൂവ് തന്നെയാണ്. പൂജയ്ക്ക് അത്യാവശ്യമുള്ള ഒരു വസ്തുവാണ് പൂവെന്ന് പറയുന്നത്. വിവിധ തരത്തിൽ ധാരാളം പൂക്കൾ നമ്മളുടെ വീടിൻ്റെ പരിസരത്ത് ഉണ്ട്. അല്ലാതെ മറ്റ് കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് ദേവന് സമർപ്പിക്കുന്നതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയുള്ള പൂക്കൾ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞാൽ നമ്മളൊരു കയ്യിൽ എന്തെങ്കിലും കൂടെ എന്തെങ്കിലും കരുതി നമ്മൾ നേരിട്ട് പോയി ആ പൂവ് എറുത്ത് നല്ലോണം വെള്ളം ഒഴിച്ചൊന്ന് കഴുകി ശുദ്ധമാക്കി ക്ഷേത്ര ദർശനത്തിന് വരുമ്പോൾ കൊണ്ടുവന്ന് ഒരു ഇലയിലോ ഒരു തളികയിലോ ഒക്കെ ആയിട്ട് ഭഗവാനത് സമർപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഈ ഭഗവാന്റെ പൂജയ്ക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു വസ്തുവാണ്. പാദത്തിലേക്ക് അർച്ചിക്കുന്ന, ഭഗവാന്റെ പാദത്തിൽ എപ്പോഴും തൊട്ടിരിക്കുന്ന ഒരു വസ്തുവാണ് പുഷ്പം എന്ന് പറയുന്നത്. അതിനത്രയും പ്രാധാന്യമുണ്ട്. ഈ പുഷ്പങ്ങളിൽ 3 തരത്തിൽ, പ്രധാനമായിട്ടും ശൈവ പുഷ്പങ്ങൾ, വൈഷ്ണവം ആയിട്ടുള്ള പുഷ്പങ്ങൾ, പിന്നെ ശാക്തേയമായിട്ടുള്ള പുഷ്പങ്ങൾ 3 തരത്തിലുണ്ട്. പിന്നെ അതുകൂടാതെ നിഷിദ്ധമായിട്ടുള്ള പൂജയ്ക്കെടുക്കാത്ത തരത്തിലുള്ള പൂക്കൾ അത് വേറെ. ആദ്യം നമുക്ക് വൈഷ്ണവമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഒക്കെ സമർപ്പിക്കാവുന്ന പൂക്കൾ ഏതാണെന്ന് നോക്കാം. കൃഷ്ണതുളസി, രാമതുളസി, വെള്ളത്താമര, ചെന്താമര, പിച്ചകം, ജമന്തി, മുല്ല. ഈ പുഷ്പങ്ങളാണ് പ്രധാനമായിട്ടും വിഷ്ണു ക്ഷേത്രത്തിൽ നമുക്ക് സമർപ്പിക്കാവുന്ന ഏറ്റവും ഉത്തമമായ പുഷ്പങ്ങൾ. ഇനി ശൈവമായിട്ട്, അതായത് ശിവക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യൻ, ഗണപതി തുടങ്ങിയ ദേവന്മാർക്ക് സമർപ്പിക്കാവുന്ന പൂക്കൾ: ഇരിക്കിൻ പൂവ്, താമര, ചുവന്ന മന്ദാരം, വെള്ളത്താമര, അശോകം, ചെമ്പകം. ഈ പൂക്കളൊക്കെയാണ് ശൈവമായിട്ടുള്ള പൂക്കൾ. ശാക്തേയമായിട്ട് ദേവീക്ഷേത്രങ്ങളിൽ സമർപ്പിക്കാവുന്ന പ്രധാനപ്പെട്ട പൂക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നന്ദ്യാർവട്ടം, കൃഷ്ണക്രാന്തി, മന്ദാരം, ചുവന്ന താമര. ഈ പുഷ്പങ്ങളാണ് ശാക്തേയമായിട്ട് പ്രധാനപ്പെട്ട ദേവീക്ഷേത്രങ്ങളിലൊക്കെ സമർപ്പിക്കാവുന്ന വിശേഷ പുഷ്പങ്ങൾ. ഇനി എല്ലാ ദേവീദേവന്മാർക്കും ഒരേപോലെ സമർപ്പിക്കാവുന്ന ചില പുഷ്പങ്ങളുണ്ട്. അതിൻ്റെ പേര് പറയാം. തുളസി, തെച്ചി, മന്ദാരം, നന്ദ്യാർവട്ടം, താമര, അശോകം, ചെമ്പകം, പിച്ചകം, മുല്ല. ഈ പറഞ്ഞ പുഷ്പങ്ങളെല്ലാം എല്ലാ ദേവീദേവന്മാർക്കും ഒരേപോലെ സമർപ്പിക്കാവുന്നതാണ്. ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മൾ പൂവ് സമർപ്പിക്കാനായിട്ട് കൊണ്ടുവരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ദ്വാരത്തോടു കൂടിയതും മൊട്ടും ജീർണിച്ചതും നിലത്തു വീണതും ഇതൾ നഷ്ടപ്പെട്ടതും ഒരു തവണ ഉപയോഗിച്ചതും വാസനയില്ലാത്തതും തലനാര്, പുഴു മുതലായവ കലർന്നതുമായ പുഷ്പങ്ങൾ വർജ്യങ്ങളാകുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ക്ഷേത്രത്തിലേക്ക് പൂവ് സമർപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്.
അത് എല്ലാവരും ശിവൻ്റെ അമ്പലത്തിലും വിഷ്ണുവിൻ്റെ അമ്പലത്തിലും ദേവിയുടെ അമ്പലത്തിലും ഒക്കെ ഓരോരോ ദിവസങ്ങൾ നോക്കി പോകുന്നതാണ്. അപ്പോൾ അതിന് ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഉള്ള ആദ്യം പറഞ്ഞ വിശേഷമായിട്ടുള്ള പൂക്കൾ കൊണ്ടുപോകുന്നതും അല്ലാതെ പൊതുവായിട്ട് ഉള്ള പൂക്കൾ കൊണ്ടുപോകുന്നതും വളരെ നല്ലതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ രണ്ടാമത് പറഞ്ഞ പോലെ ഓട്ട വീണതായിട്ടോ അങ്ങനെ ഉള്ള ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, മുടി കലർന്നതോ അങ്ങനെയുള്ളതൊന്നും കൊണ്ടുപോകാതെ വൃത്തിയായിട്ട് ഭഗവാന് പൂക്കൾ സമർപ്പിക്കേണ്ടതാണ്. ഈ ഒരു വിഷയമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ പറയാനുള്ളത്. എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം.